നമ്മളെ ഡാഡി ഗിരിജയുടെ വിശദീകരണം വന്നിട്ടുണ്ട്. വിശദീകരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വണ്ടി ഓട്ടെ ഇതാണ് നമ്മുടെ നാട്, സുന്ദരമായ നാട്. വണ്ടി ഓട്ടി നാള് കുറവാണല്ലോ ട്രെയിനിലല്ല, മഴയായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പൊങ്കലിലേക്ക് പോകുന്ന പാത ചെയ്തിട്ടാ, പൊങ്കലിലേക്ക് പോകുന്ന പാത, അതായത് മംഗലാപുരം തിരുവനന്തപുരം പാതയായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഡാഡി ഗിരിജ വന്നിട്ട് കുറേ വിശദീകരണവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്ന്. വിശദീകരണത്തിൽ എനിക്ക് തൃപ്തിയാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡാഡി ഗിരിജ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ കടങ്ങളുണ്ട്, 10-25 ലക്ഷം റുപ്യ കടമുണ്ട്, ഓരോ ബാങ്കുകളിൽ ലോണുകളുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവരവിടെ നടത്തുന്ന ബിസിനസ്സാണോ അല്ല ചാരിറ്റി ആണോ? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതിൽ നിന്നാണ് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലാതെ ഇവർക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? അല്ല, ഈ 25 ലക്ഷം റുപ്യൊക്കെ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര് കൊടുക്കുന്ന വിചാരിക്കുന്നത്? അല്ല, എങ്ങനെയാണ് ഇവർക്ക് ലോണ് കിട്ടുന്നത്? അതായത് ഇവരൊരു സ്ഥാപനം, ഒരു ധർമ്മ സ്ഥാപനമല്ലേ നടത്തുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ലോണ് കിട്ടുന്നുണ്ട്, എൻ്റെ സാമ്പത്തിക സ്ഥിതി അവിടെ പോയി അന്വേഷിച്ചാൽ മതി, ഞാൻ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്, എനിക്ക് ജപ്തിയുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അതിനു വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ കുഞ്ഞുങ്ങളുടെ കാര്യം ഒരുപാട് പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇനി എന്തെങ്കിലും ആൾക്കാർ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് പോയിട്ട് കേസ് കൊടുത്തുകൂടാ? അതായത് ഇന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല, ഇവർക്ക് എന്തുകൊണ്ട് കേസ് കൊടുത്തുകൂടാ? പിന്നെ ഇവർ പറയുന്നത് പോലെ എൻ്റെ മകൻ സ്നേഹിച്ചു, ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ എനിക്ക് തന്നെ മരുമകളായിട്ട് വേണമായിരുന്നു. അതെന്താണ് അങ്ങനെ ഒരു കുട്ടിയെ മാത്രം അങ്ങനെ സ്നേഹിക്കുന്നത്? അതുകൊണ്ട് ഈ ഡാഡി ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ ഒരു കാര്യവും ഞാൻ അങ്ങ് വിശ്വസിക്കുന്നില്ല, എനിക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല. അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവർ പറയുന്നത് എന്തൊക്കെയോ ആണ്, ഇവിടെ കഴിഞ്ഞത് എന്തൊക്കെയോ ആണ്. അതായത് അവിടെ അവരെ അയൽവാസികളായാലും പിന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അംഗമായാലും അവിടെയുള്ള മറ്റു പല ആൾക്കാരായാലും അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഉഡായിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ സ്ത്രീ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ളൊരു സ്ഥാപനം നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ വിദേശത്തുനിന്ന് വരുന്നതൊക്കെ നിൽക്കും. അത് തന്നെയാണ് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അവരുടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവരും അവരുടെ പുതിയ ഭർത്താവ്, മകൻ, മകള് ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലാകാത്തത് ഇതൊരു ബിസിനസ്സാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അല്ലാതെ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് എങ്ങനെ ലോൺ വരുന്നത്? ഇനി ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കാനാണ് ഞാൻ ലോൺ എടുത്തത് എങ്കിൽ അത് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തോട് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ധർമ്മ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കയ്യിലെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും ചെയ്യുന്ന സഹായങ്ങൾ, വലിയ വലിയ ബിസിനസ്സുകാർ ചെയ്യുന്ന സഹായങ്ങൾ, പിന്നെ വലിയ വലിയ ആൾക്കാർ, ഇപ്പോൾ യൂസഫ് അലി കാണുന്നില്ലേ, എത്ര 5 കോടി 6 കോടി അങ്ങേറ്റം മുടക്കിയിട്ടാണ് ഗാന്ധി ഭവനിൽ ബിൽഡിംഗ് കെട്ടി കൊടുക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് SBI നിന്ന് ലോൺ എടുത്തിട്ടല്ല. ഇവിടെ ഈ സ്ത്രീ പറയുന്നത് എന്താ, എനിക്കല്ല ലോണാണ്, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഈ ചാരിറ്റി നടത്തിയിട്ട് കടന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ പ്രൂഫ് ചെയ്യുകയാണ്. അതായത് ഞാൻ ഉടായിപ്പാണ് ഇന്ന് പറഞ്ഞു പറയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരെ ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇനി ആരും എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ള തരത്തിലാണ്. എന്നെ ആരും ഉപദ്രവിക്കരുത്. അല്ല, മനസ്സിലാകാതുകൊണ്ട് ചോദിക്കുന്നതാണ്. അവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം നുണയുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സഹോദരി, നിങ്ങൾക്ക് പോയിട്ട് കേസ് കൊടുത്തൂടെ? നിങ്ങൾക്ക് പോയിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ മരുമോനി എന്നെയും പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുപോലെ ഇയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പോയി കേസ് കൊടുത്തൂടെ? പിന്നെ നിങ്ങൾ പറയുന്ന പോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ വഴക്കിൻ്റെ ഇടയിൽ എൻ്റെ ഭർത്താവിനെ 2 പേര് ചേർന്നിട്ട് കൊലപ്പെടുത്തി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് അന്നത്തെ ഒരു പത്രവാർത്ത അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇപ്പോഴും എല്ലാവരും പറയുന്ന പോലെ കാമുകൻ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് കേസ് കൊടുത്തൂടെ? പിന്നെ നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്കറിയില്ലായിരുന്നു, അതായത് ആ കുട്ടിക്ക് ഇതേപോലെ ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, നിങ്ങളുടെ കയ്യിലൊരു വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇത്രയും കുട്ടികളും കാര്യങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പരിധി കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവാവാണ്, ഒരു ആൺകുട്ടിയാണ്, 18 വയസ്സ് കഴിഞ്ഞാൽ അവനെപ്പോലും നിങ്ങൾ അങ്ങോട്ട് കയറ്റാൻ പാടില്ലായിരുന്നു. അവനെപ്പോലും ആ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പിന്നെ എങ്ങനെയാണ് ഇവർ തമ്മിൽ പ്രേമമായത്?
അതുപോലെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ കാര്യങ്ങൾ സകലതും എടുത്തിട്ട് അത് വെച്ചൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇത് ആ കുട്ടി പ്രസവിച്ചത് ഇന്ന സമയത്താണ്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ വളർച്ച ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അവരുടെ ഒരു ലെറ്ററും വാങ്ങിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ? അതായത് ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാരുണ്ടാവില്ലേ, ഏത് സമയത്താണ് പ്രസവിച്ചത്, അതുപോലെ ഏത് സമയത്താണ് കാണിക്കാൻ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഡോക്ടർമാരുണ്ടാവുമല്ലോ. ആ ഡോക്ടറെയും വെച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിരപരാധിയാണ്, ഈ കാര്യം നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് നമ്മളും വിശ്വസിക്കാം. അല്ലാതെ നിങ്ങൾ ഇപ്പോഴും വന്നിട്ട് ഇതിന് മുന്നേയും നിങ്ങൾ ഇതുപോലൊരു വീഡിയോയുമായിട്ട് വന്നിരുന്നു. അന്ന് നിങ്ങൾ ഈ കഥകളൊന്നും പറയാതെ നിങ്ങളെ കുറേ ന്യായീകരിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയാണ്, ഇവരൊക്കെ എല്ലാവർക്കും താല്പര്യം ഇതുപോലെയൊരു സ്ഥാപനം പൂട്ടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ശരിയായിരിക്കും ഈ സ്ത്രീ പറയുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ചില കാര്യങ്ങളും അതുപോലെ നിങ്ങളെ അറിയാവുന്ന ആൾക്കാരും നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവരും അവിടെയുള്ള അന്തേവാസികളും എല്ലാവരും പറയുന്നത് കേട്ടപ്പോഴും നമ്മൾ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇനി എന്തോന്ന് ന്യായീകരിച്ചു കഴിഞ്ഞാലും ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഇനി ഇതുപോലെ ന്യായീകരിച്ച് മെഴുകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ കണ്ണീരും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരുടെ കരച്ചിലും ഇന്ന് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഏതൊരു യൂട്യൂബർ നിങ്ങളോട് 2 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുന്നത് ഞാൻ കണ്ടു. അതെന്താ ഇവിടെ പോലീസ് സ്റ്റേഷനൊന്നും ഇല്ലേ? നിങ്ങൾക്ക് പോയിട്ടൊരു കംപ്ലൈൻറ്റ് ചെയ്തൂടെ? എനിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ എൻ്റെ സ്ഥാപനം പൂട്ടിക്കുമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കേസ് കൊടുക്കാൻ പാടില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പം നിങ്ങൾക്ക് അതിനുള്ളിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള കള്ളക്കളി ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ അവിടെയുള്ള കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് അവർ മാറ്റിയത്? അവിടെയുള്ള ഉടായ്പ കൊണ്ടല്ലേ. അല്ലാതെ നിങ്ങൾ ക്ലിയറാണ്, നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ്, നിങ്ങളെ മറ്റേ MLA-മാരും അതുപോലെ മന്ത്രിമാരും ഇവർക്കൊക്കെ നല്ല വിശ്വാസമാണെങ്കിൽ നിങ്ങളുടെ ആ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ? അവിടെ സുരക്ഷിതമല്ല കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ അവർ മാറ്റിയത്. അതുകൊണ്ട് ഇങ്ങനെ കരിഞ്ഞ് മെഴുകരുത് വന്നിട്ട്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു 45 മിനിറ്റ് ഉള്ള വീഡിയോ നിങ്ങൾ എടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. നിങ്ങളെ നല്ല രീതിയിൽ ഇങ്ങനെ ന്യായീകരിച്ച് പോവുകയും അതുപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുട്ടികൾ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നോക്കാൻ തയ്യാറാണ്. കാരണം ഈ ഒരു കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചാരിറ്റി ചെയ്യുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ നന്നായിട്ടേ ഉള്ളൂ, ഒരാൾ പോലും നശിച്ചു പോയിട്ടില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്വന്തം വീടും അതുപോലെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള സ്ഥാപനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഭമോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വല്ലതും ഉണ്ടാക്കാമെന്നൊന്നും അവർ കരുതാറില്ല. അവരെന്താണെന്ന് വെച്ചാൽ സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളത് ചെയ്യുന്നത് എന്താ? നിങ്ങളെന്ന് പറഞ്ഞാൽ മകന് വലിയ വീടെടുത്ത് കൊടുക്കുന്നത്, എന്നിട്ട് പറയുന്നു അവൻ ഗൾഫിൽ പോയി അധ്വാനിച്ചതാണെന്ന്. ഗൾഫിൽ പോയിട്ട് 2 കൊല്ലം അധ്വാനിച്ച് അത്രയും കിട്ടുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ വീടും കാര്യങ്ങളും എല്ലാം ഉണ്ടായി നിങ്ങൾക്ക്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. അവിടെ നാട്ടുകാർ പറയുന്നത് പോലെ നാട്ടുകാരുടെ പൈസ എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. അവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും കുറേശ്ശെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നിങ്ങളുടെ ഭീഷണിയുടെ മുന്നിൽ അവരൊന്നും തുറന്നു പറയാതിരിക്കുന്നത്, അതാണ് അവിടെ സംഭവിച്ചത്. നിങ്ങളുടെ ഭീഷണിയുടെ മുന്നിൽ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളൊന്നും പറയില്ല. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ആരോടും ഒന്നും പറയാനില്ല, അവർക്കറിയില്ല. നിങ്ങളൊരു ആ വീഡിയോയിൽ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കുഞ്ഞുങ്ങളും വരുമ്പോൾ പല മാനസികാവസ്ഥയിലാണ്, ഭയന്നുകൊണ്ട് വരുന്നവരുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും ഇല്ലാതെ വരുന്നവരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാകാതെ ചിലപ്പോൾ പകച്ചിരുന്നു പോകും. അത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയും തന്നെ ഞാൻ പറയുകയാണ്, ആ സ്ഥാപനത്തിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കരുത്. അവിടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല. അവിടെ ഈ സ്ത്രീ അങ്ങനെ ആ മകന് അതുപോലൊരു വഴിവിട്ട സഹായങ്ങൾ ഇല്ലെങ്കിൽ ഇവരെ കാണാതെ ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമ്മ നടത്തുന്ന സ്ഥാപനമാണ്. അപ്പം മകനെ പോലും അവിടെ കയറ്റരുതെന്ന് പറഞ്ഞാലും മകൻ ഏത് വഴി വേണമെങ്കിലും കയറാം. അവിടെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല. അതുകൊണ്ട് അവിടെ കുഞ്ഞുങ്ങളെ അയക്കാനേ പാടില്ല. അതായത് സ്വന്തം വീട്ടിൽ തന്നെ ചില സ്ഥലങ്ങളിലൊന്നും കുഞ്ഞുങ്ങൾ സുരക്ഷിതമല്ല, നമുക്കറിയാലോ. പിന്നെയാണോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ന്യായീകരണം കേട്ടിട്ട് ആരും അതിൻ്റെ അകത്ത് വീണ് പോകരുത്. പിന്നെ മറ്റൊരു കാര്യം, 2 ലക്ഷം റുപ്യേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾ പോയിട്ടൊരു കാര്യം കേസ് കൊടുത്ത് തെളിയിക്ക്. എന്നോട് 2 ലക്ഷം റുപ്യ ചോദിച്ചിനെ, അപ്പോൾ ആ പൈസ കൊടുക്കാതെ കൊണ്ടാണ് എൻ്റെ അനാഥാലയം പൂട്ടുമെന്ന് പറഞ്ഞത്. അതിൻ്റെ തലിയും പാലും ഇല്ലാതെ ഏതോ ഒരു വോയിസ് ക്ലിപ്പും കൊണ്ടുവന്നിട്ട് നാളെ തന്നെ അനാഥാലയം പൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിക്കത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നോട്ടെ. ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. നന്ദി, നമസ്കാരം.